शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ॐ शान्ति शान्ति शान्तिः। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ छन्दसां वृषभो विश्वरूपः छन्दोभ्योद्यमदात् सम्बभूव स्वमेन्द्रो मेधया आस्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवं ब्रह्मणः कोशोऽसि मेधया विहितः श्रुतं मे गोपाय आवहन्ति विधन्वाना कुर्वाणा चीरमात्मनः वासागुंसि मम गावश्च अन्नपाने च सर्वदा ततो मे श्रियमावह लोमशां पशुभिः सह स्वाहा आमायन्तु ब्रह्मचारिणः स्वाहा विमायन्तु ब्रह्मचारिणः स्वाहा प्रमायन्तु ब्रह्मचारिणः स्वाहा दमायन्तु ब्रह्मचारिणः स्वाहा शमायन्तु ब्रह्मचारिणः स्वाहा यशोजने सानि स्वाहा श्रेयान्वस्य सोसानि स्वाहा तन्द्वाभगप्रविशानि स्वाहा समाभगप्रविश स्वाहा तस्मिन् सहस्रशाखे निबगाहुं द्वैमृजे स्वाहा यथा प्रपदायन्ति यथा मासा अहर्जनम् एवं मां ब्रह्मचारिणः दादरायन्तु सर्वतः स्वाहा प्रतिवेशोऽसि प्रमापाहि प्रमापद्यस्व। ॐ शान्ति शान्ति शान्तिः। ॐ अहं वृक्षस्य रेरिव कीर्तिपृष्ठं गिरेरिव ऊर्ध्ववेत्रो वाजनीवः सुमुदमस्मि द्रविणगं सवर्चसं सुमेधामुदोक्षितः इति त्रिशङ्कोर्वेदानुवचनम्। ॐ शान्ति शान्तिः। ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। ॐ आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदं माहं ब्रह्म निराकुर्यात् मा ब्रह्म निराकरोत् अनिराकरणमस्तु निराकरणं मे अस्तु तदात्मनि निरतेय उपनिषत्सु धर्मास्ते मयि सन्तु ते मयि सन्तु। ॐ शान्ति शान्ति शान्तिः। ॐ वाक्मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठिता आविराविर्मयेदि वेदस्य माणिस्तः श्रुतं मे मा प्रहासीरनेनाधीतेन होरात्रान् सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ॐ शान्ति शान्ति शान्तिः। ॐ भद्रं नो अभिवादयमनः। ॐ शान्ति शान्ति शान्तिः।
ഓം ഭദ്രം കർണേഭിः ശൃണുയാമദ്ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈः സുഷ്ടുവാഗുംസസ്തനുഭിः വ്യശേമദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗദ്ധോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്തിലെ മൂന്നാം അധ്യായത്തിലെ 4-ാമത്തെ ബ്രാഹ്മണം നോക്കുകയാണ്. അധഹൈനം ഉഷസ്ത ചക്രായണ പപ്രച്ഛഃ. ഇപ്പോൾ ഉഷസ്തനായ ചക്രായണൻ സംസാരിക്കുകയാണ്. യാജ്ഞവൽക്യനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? പുണ്യപാപപ്രയുക്തൈർ ഗ്രഹാദിഗ്രഹൈർ ഗൃഹീതഃ പുനഃ പുനർ ഗ്രഹാദിഗ്രഹാൻ ത്യജന്നുപാദ സംവത്സരതീത്യുക്തം. നമ്മൾ കഴിഞ്ഞതിൽ അത് കഴിഞ്ഞിട്ടുള്ളത് ഗ്രഹോധിഗ്രഹമല്ല, അത് കഴിഞ്ഞിട്ടുള്ളത് ചാപ്റ്റർ. എന്തുപറ്റി? ആ, അവിടെ നമ്മൾ എടുത്തായിരുന്നോ? ഇല്ല, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ, ഉഷസ്ഥനായ ചക്രായണൻ്റെ ഭാഗമാണ് 4-ാമത്തത്. അത് തന്നെ നമ്മൾ എടുത്തില്ലല്ലോ ഈ ഭാഗം. കഹോലമാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ ഇതിൽ പുണ്യപാപ പ്രയുക്തരായിട്ട് ഗ്രഹങ്ങളെയും അതിഗ്രഹങ്ങളെയും ഗ്രഹിച്ച് ആ ഗ്രഹങ്ങളെയും ഒക്കെ കർമ്മ പ്രാരബ്ധ ചോദിതന്മാരായിട്ട് ജന്മനാ തന്നെ മനുഷ്യരെന്ത് ചെയ്യുന്നു? അവരുടെ ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവർത്തനാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഗ്രഹാതിഗ്രഹ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ആൾക്കാർ ഈ വീണ്ടും ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായിട്ട് ഗ്രഹാതിഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസിന് അണ്ടറായിട്ട് ഈ വിഷയങ്ങളിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ആ വാസനകൾക്കും നമ്മുടെ ടെൻഡൻസികൾക്കും വശംവദരായിട്ട് ഈ പ്രപഞ്ച കാര്യങ്ങളിങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ട് ആത്മാവിലോട്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല? തിരിച്ചു പോകുന്നില്ല. വരാഞ്ചികാനി വിതരണം സ്വയംഭൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ആത്മാവിനെ അറിയാനായിട്ട് തൻ്റെ ആത്മാവിലേക്ക് തിരിയത്തുള്ളൂ. കാരണം ബാഹ്യപ്രത്യയങ്ങൾ സത്യമാണെന്ന് വിചാരിക്കുന്നു.
ഏകാത്മപ്രത്യയമായ ബ്രഹ്മ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും ഈ കാണപ്പെടുന്ന പ്രപഞ്ച പ്രത്യയങ്ങളെല്ലാം മിഥ്യയാണെന്നും ധരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം അസ്തമിച്ചു. പിന്നെ വ്യവഹാരങ്ങളൊക്കെ ഇല്ലാതായിത്തീരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും വ്യവഹരിക്കാനില്ല. കാരണം ഒരേ പ്രത്യയമേ ഉള്ളൂവെങ്കിൽ പിന്നെ എന്ത് വ്യവഹരിക്കാനായിട്ട്? പലതുണ്ടെന്ന് തോന്നുന്നല്ല, മൾട്ടിപ്പിൾ സാധനങ്ങളിവിടെ ഉണ്ടെന്നും മൾട്ടിപ്പിൾ പ്രത്യയങ്ങളുണ്ടെന്നും ഒക്കെയുള്ള ധാരണയിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്? പ്രപഞ്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഏകമായിരിക്കുന്ന ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നും അതിന് യാതൊരു വിധമായ വികാരങ്ങളും സംഭവിക്കുന്നില്ലെന്നും അത് എന്നും തൃപ്തമായിട്ട് ആനന്ദമായിട്ടിരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ച പ്രത്യയങ്ങളിലേക്കുള്ള നമ്മുടെ വ്യവഹാരം അസ്തമിക്കും. നമ്മൾ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത പരിപാടികൾ നമ്മൾ ചെയ്യത്തില്ലല്ലോ, അതിൽ നിന്ന് നമ്മൾ ഉപരമിക്കും. അപ്പോൾ ആ ഒരു ജ്ഞാനം, വിവേകമില്ലാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പുണ്യസ്യ ച പര ഉത്കർഷോ വ്യാഖ്യാതോ വ്യാകൃത വിഷയ സമഷ്ടിവഷ്ടിരൂപോ അദ്വൈതൈകത്വാത്മപ്രാപ്തി. അപ്പോൾ ഈ പുണ്യത്തിൻ്റെ ഉത്കർഷത്തിൽ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവണമെന്ന് തോന്നി ഈശ്വരാനുഗ്രഹത്താലേ ഈ ആത്മസത്യത്തെ അന്വേഷിക്കുകയും ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ ദ്വൈതമെല്ലാം അവസാനിച്ച് ഏകാത്മപ്രത്യയസാരം, ഏകമായിരിക്കുന്ന പ്രത്യയം മാത്രമേ ഉള്ളൂ എന്നും അത് സർവ്വയിടത്തും ഒരേ ബ്രഹ്മം തന്നെയാണെന്നും ബ്രഹ്മമല്ലാതെ ഇവിടെ വേറൊരു വസ്തു ഇല്ലെന്നും ഈ പ്രപഞ്ചം എന്ന് പറയുന്നവരും അതിൽ അധ്യാരോപിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവാണെന്നൊക്കെ തിരിച്ചറിയും. അപ്പോൾ അതുവരെ ഇങ്ങനെ നമ്മുടെ പുറത്താണ് ഈ പ്രപഞ്ചം എന്നുള്ള ധാരണയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ആത്മജ്ഞാനം ഉണ്ടാവുമ്പോൾ ഈ ആത്മാവിനകത്ത് കാണുന്ന വിശ്വം ദർപ്പണദൃശ്യമാൻ നഗരി, നമ്മുടെ കണ്ണാടിക്കകത്ത് കാണുന്ന നഗരം പോലെ ആത്മാവിൻ്റെ അകത്ത് കാണുന്ന വെറൊരു തോന്നലാണ്, കോലാഹലമാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് തിരിച്ചറിയും. ഇപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? പ്രപഞ്ചത്തിൽ നിന്ന് ഉപരമിക്കും. ഇത് വെറുതെ ഈ മിഥ്യാകോലാഹലമാണ്, സത്യമല്ല എന്ന് തിരിച്ചറിയും. യസ്തു ഗ്രഹാദിഗ്രഹൈർഗ്രസ്തഃ സംസാരതി സോ അസ്തി വാ നാസ്തി അസ്തിത്വേജ കിം ലക്ഷണം ഇത്യാത്മനേവ വിവേകാധികമാ യോഷസ് പ്രശ്ന ആരഭ്യതേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആത്മാവായിട്ടിരിക്കുന്ന ഒറ്റ വസ്തുവല്ലേ ഉള്ളൂ. ഗ്രഹാതിഗ്രഹമായിരിക്കുന്ന ഈ സംസരിക്കുന്ന ഒരു സംസാരിയുണ്ടോ, ഒരു ജീവനുണ്ടോ? ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ ജീവൻ അസ്തിത്വം ഇല്ലല്ലോ. അപ്പോൾ ഗ്രഹാതിഗ്രഹങ്ങളാൽ ഗ്രസ്തനായിരിക്കുന്ന ജനനമരണ ചക്രങ്ങളിൽപ്പെടുന്ന ആൾക്കാർ, ഈ ജീവാത്മാവെന്ന് വിശേഷിക്കപ്പെടുന്ന സംസാരിയായിരിക്കുന്ന ഒരാളുണ്ടോ അതോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷണം? എന്താണ് ആ ജീവാത്മാവ് എങ്ങനെയിരിക്കും? അപ്പോൾ ഇത്യാത്മനേവ വിവേകാധികമായോഷിസ്ത. അപ്പോൾ അതിനുവേണ്ടി, അതിൻ്റെ വിവേകമുണ്ടാക്കാൻ വേണ്ടി ഈ ഉഷസ്ത പ്രശ്നം, ഉഷസ്തൻ്റെ പ്രശ്നം ആരംഭിക്കുകയാണ്. തസ്യജ നിരുപാധി സ്വരൂപസ്യ ക്രിയാകാരക വിനിർമുക്ത സ്വഭാവ സ്യാദികമാത് തഥോക്താത് ബന്ധനാത് വിമുച്യതേ പ്രയോജകത്വാത്. അപ്പോൾ എന്താണ് ഇതിനെ അറിഞ്ഞാനുള്ള പ്രശ്നം? എന്താണ്? നിരുപാധിക സ്വരൂപനും യാതൊരു ഉപാധികളും ഇല്ലാത്ത നമുക്ക് ആത്മാവിന്, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സുണ്ട്, ശരീരമുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, കൈകാലുകളുണ്ട്, അപ്പോൾ അത് വെച്ച് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള നമ്മുടെ ധാരണയാണ്. അപ്പോൾ ആത്മാവ് ഇനി യാതൊരു ഉപാധികളുമില്ല. ആത്മാവ് നിരുപാധിക സ്വരൂപനാണ്. ആത്മാവ് ശരീരം എടുത്തിട്ടില്ല. ആത്മാവിന് കയ്യും കാലും മൂക്കും ചെവിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ
ആരോപിച്ച് വെച്ച് അനുഭവിക്കുന്നതാണ്. നിരുപാധിക സ്വരൂപനാണ് ആത്മാവ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ക്രിയാകാരക വിനിർമുക്ത സ്വഭാവ സ്യാധികമാത്, ക്രിയയുമില്ല, കാരകവുമില്ല, അതിൻ്റെ ഫലവും അനുഭവിക്കുന്നില്ല. ഇതൊന്നും ആത്മാവിന് ഉള്ളതല്ല. ആത്മാവ് കർമ്മമൊന്നും ചെയ്യുന്നില്ല, കർമ്മം ചെയ്യാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല, അതിൻ്റെ ഫലം അനുഭവിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മിഥ്യാലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറും തോന്നലുകളും തെറ്റിദ്ധാരണകളുമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എന്തു ചെയ്യും? യഥോക്താത് ബന്ധനാത് വിമുച്യതേ സപ്രയോജകതാത്. അതിൻ്റെ അതിനെ പ്രേരിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും നമ്മൾ എന്തു ചെയ്യും? നമ്മൾ മുക്തരാവും. നമുക്ക് പിന്നെ പ്രപഞ്ചത്തിലേക്ക് തള്ളിവിടാനായിട്ട് പിന്നെ ശക്തിയില്ല. അവിവേകവും അജ്ഞാനവുമാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ എന്തു ചെയ്യുന്നത്? പ്രവർത്തിപ്പിക്കുകയും അതിൽ സുഖദുഃഖങ്ങളെയൊക്കെ തന്ന് നമ്മളതിൽ വിശ്വസിച്ച് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കാരണമായിരിക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയുന്നത്, അപ്പോൾ അതിൻ്റെ മൂലകാരണത്തോടുകൂടി ഈ പ്രപഞ്ചം ഇല്ലാതാകുകയും നമ്മൾ ആനന്ദസ്വരൂപന്മാരായിത്തീരുകയും തൃപ്തരായിത്തീരുകയും ഇനി എനിക്ക് എൻ്റെ തൃപ്തിക്കായിട്ട് ഒന്നിൻ്റെയും ഒരു ഹെൽപ്പിനായിട്ട് എനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഞാൻ ആത്മസ്വരൂപമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്ന് മനസ്സിലാവും. ആഖ്യായിക സംബന്ധസ്തു പ്രസിദ്ധ. അപ്പോൾ ഈ കഥ ഒരു ആഖ്യായികയായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അധഹേനം ഉഷസ്തചക്രായണ പപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരസ്തം മേ വ്യാജക്ഷ്യത്യേഷ ത ആത്മാ സർവാന്തര കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യ പ്രാണേന പ്രാണീതി സദ ആത്മാ സർവാന്തരോ യോ അപാനേന അപാനീതി സദ ആത്മാ സർവാന്തരോ യോ വ്യാനേന വ്യാനീതി സദ ആത്മാ സർവാന്തരോ യ ഉദാനേനോ ഉദാനീതി സത ആത്മാ സർവാന്തര ഏഷതാത്മാ സർവാന്തര. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചക്രപുത്രനായ ഉഷസ്ഥൻ യാജ്ഞവൽക്യനോട് ചോദിച്ചു, ഹേ യാജ്ഞവൽക്യ, അപ്പോൾ എന്താണ് സാക്ഷാത്തും അപരോക്ഷവുമായിരിക്കുന്നത്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം എന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനില്ല എന്നാരും പറയുന്നില്ല, എൻ്റെ അസ്തിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? അപരോക്ഷമാണ്. ഞാനുണ്ട് എന്നുള്ള അനുഭവം അപരോക്ഷമാണ്. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അപ്പം അതുകൊണ്ട് ഞാനുണ്ട് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മുടെ അസ്തിത്വം ഉള്ളതാണ്. അപ്പം അങ്ങനെ സാക്ഷാത്തും അപരോക്ഷവുമായിരിക്കുന്ന ബ്രഹ്മം സർവാന്തരസ്ഥം മേ വ്യാജക്ഷത്യേഷ, സർവാന്തരവുമായിരിക്കുന്ന എല്ലാത്തിനും ഉള്ളിൽ, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിലുള്ളത്. ആത്മാവില്ലാത്ത ജീവിയില്ല. മനുഷ്യരിലും, എല്ലാ മനുഷ്യരിലും, ഉയർന്നവരും താഴ്ന്നവരുമായ സർവ്വ മനുഷ്യരിലും, സർവ ജീവജാലങ്ങളിലും, സർവ മൃഗങ്ങളിലും ഒക്കെ എല്ലാത്തിലും ആത്മാവെന്തിരിക്കുന്നു? ആത്മാവുള്ളവരാണ്. ആത്മാവില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും സാക്ഷാത്തായിട്ട് അപരോക്ഷമായിരിക്കുന്ന ഈ ബ്രഹ്മമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആത്മാവിനെ എന്ത് ചെയ്തു? പറഞ്ഞു തരൂ. വ്യാജക്ഷേത്യേഷ, അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എല്ലാവരിലും ഒരേ ആത്മാവ് തന്നെയാണ്. ചിലരറിയുന്നു, ചിലരറിയുന്നില്ല. അറിയുന്നു എന്നുള്ളവർ ആനന്ദസ്വരൂപന്മാരായും തൃപ്തന്മാരായും തീരുന്നു. അറിയാത്തവർ അജ്ഞാനികളായും ദുഃഖികളായും ഈ ലോകത്ത് നമ്മൾ സംസരിക്കുന്നു, ജനനമരണ ഭ്രാന്തികളിൽപ്പെടുന്നു, കഷ്ടപ്പെടുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ഈ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? സർവാന്തരോയ പ്രാണേന പ്രാണീതി,
അപ്പോൾ പറയാണ് അത് നിൻ്റെ ആത്മാവ്, സതാത്മാ സർവാന്തരയോ, അത് നിൻ്റെ ആത്മാവ് തന്നെയാണ്. നിൻ്റെ ആത്മാവ് തന്നെയാണ് എല്ലാത്തിൻ്റെയും അന്തരമായിട്ട്, സർവാന്തരമായിട്ടുള്ളത്, എല്ലാത്തിനും ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ ഏതാണോ ഈ പ്രാണനെ കൊണ്ട് പ്രാണപ്രക്രിയ ചെയ്യിപ്പിക്കുന്നത് അത് നിൻ്റെ ആത്മാവാണ്. ആത്മാ സർവാന്തരഃ. ആ ആത്മാവ് തന്നെയാണ് അപരോക്ഷമായിരിക്കുന്നത് ബ്രഹ്മം. സർവാന്തരോ പ്രാണേന പ്രാണീതി സതാത്മാ സർവാന്തരോ. അപ്പോൾ പ്രാണനെ കൊണ്ട് പ്രാണിപ്പിക്കുന്നതും എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നതും അപരോക്ഷവുമായിരിക്കുന്ന ആത്മസ്വരൂപം നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ബ്രഹ്മമാണ്. അപ്പോൾ അതിനെ അന്വേഷിച്ച് നീ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അത് നിൻ്റെ സ്വരൂപമാണ്, അത് നിൻ്റെ പൊസഷനാണ്. നീ കുറഞ്ഞവനല്ല. നിനക്കത് പൂർണ്ണമായ രീതിയിൽ ബ്രഹ്മമായിട്ട് തന്നെ നിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഏതാണോ അപാനനെ കൊണ്ട് അപാന പ്രക്രിയ ചെയ്യിപ്പിക്കുന്നത് അത് ഈ സർവാന്തരവും സാക്ഷാത് അപരോക്ഷവുമായിരിക്കുന്ന ആത്മാവാണ്. അത് നിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. ഏതാണോ വ്യാനനെ കൊണ്ട് വ്യാനപ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് അത് നിൻ്റെ ആത്മാവാണ്. സർവാന്തരമായിട്ട് നിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. ഏതാണോ ഉദാനനെ കൊണ്ട് ഉദാന പ്രക്രിയ ചെയ്യിപ്പിക്കുന്നത് അത് നിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്, നിൻ്റെ അന്തരാത്മാവാണ്. അത് അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മമാണ്. അപ്പോൾ നിൻ്റെ ഈ ആത്മാവാണ് ഏഷതാത്മാ സർവാന്തരഃ. അപ്പോൾ എല്ലാത്തിൻ്റെയും സർവാന്തരമായിരിക്കുന്നത് നിൻ്റെ ആത്മാവാണ്. കാരണം നിൻ്റെ ആത്മാവല്ലാതെ വേറൊരു സാധനം എങ്ങുമില്ല. ആത്മാവല്ലാത്ത ഒരു വസ്തുവിന് അസ്തിത്വമില്ല. അത് ത്രികാലങ്ങളിലും എങ്ങുമില്ല. വേറെ വസ്തു ഉണ്ടെന്ന് തോന്നുന്നത് വെറും തോന്നൽ മാത്രമാണ്. അത ഹൈനം പ്രകൃതം യാജ്ഞവൽക്ക ഉഷസ്തോ നാമത ചക്രസ്യ ആപത്യം ചക്രായണ പപ്രച്ഛ. അപ്പോൾ ചക്രൻ്റെ പുത്രനായ ചക്രായണൻ ഉഷസ്തി യാജ്ഞവൽക്യനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? യത് ബ്രഹ്മ സാക്ഷാത് വ്യവഹിതം കേനചിത് ദൃഷ്ടു പരോക്ഷ അഗൗണം ന ശ്രോത്ര ബ്രഹ്മാദിവത്. അപ്പോൾ മറ്റൊരു വസ്തുവിൽ നിന്നും അവ്യവഹിതമായി, ദൃഷ്ടാവിന് അപരോക്ഷമായി, അഗൗണമായി, ഈ ഇന്ദ്രിയാദികളിൽ നിന്നും ഭിന്നമായി അറിയപ്പെടുന്ന ഈ ബ്രഹ്മം എന്താണ്? അപ്പോൾ ഈ നമ്മൾ കണ്ണിൽ കൂടെ കാണുകയും ചെവിയിൽ കൂടെ കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം സത്യമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വിഷയങ്ങളിൽ നിന്നും, അപ്പോൾ കണ്ണ് കാണുമ്പോൾ കണ്ണ് എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്ന വസ്തുക്കളെ കണ്ണ് വിശ്വസിക്കുന്നു. ചെവി ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദങ്ങളെ ചെവി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കണ്ണിനും ഇന്ദ്രിയത്തിനും ഇന്ദ്രിയ വിഷയങ്ങൾക്കും അതീതമായിട്ട് അപരോക്ഷമായിട്ട് സർവാന്തരമായിരിക്കുന്ന ആ ബ്രഹ്മം എന്താണ് എന്നാണ് ഉഷസ്തൻ്റെ ചോദ്യം. കിം തത് ആത്മശബ്ദേന പ്രത്യേകാത്മോച്യതേ തത്ര ആത്മശബ്ദസ്യ പ്രസിദ്ധത്വാത്. അപ്പോൾ ആ ആത്മാവ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആത്മശബ്ദം പ്രസിദ്ധമാണ്. എന്താണ് ആത്മാവ്? ഞാനായിരിക്കുന്നതാണ് ആത്മാവ്. എന്താണോ ഞാൻ, അതാണ് ആത്മാവ്. അല്ലാതെ നമ്മൾ ഒരു കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ഒരു അറിഞ്ഞുകൂടാത്തൊരു വസ്തുവല്ല. ഞാനായിരിക്കുന്ന വസ്തു ആത്മാവ്, ഞാനല്ലാത്ത വസ്തു അനാത്മാവ്. അപ്പോൾ ഞാനായിരിക്കുന്ന വസ്തു ഒരു അപരിചിതമായിരിക്കുന്ന സാധനമല്ലല്ലോ.
നമുക്ക് നിത്യപരിചിതമായിരിക്കുന്ന, നിത്യവും നമ്മൾ ഡീൽ ചെയ്യുന്ന, നമ്മുടെ സ്വന്തമായിരിക്കുന്ന ആ സാധനമാണ് ആത്മാവ്. അതുകൊണ്ടാണത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപരോക്ഷമായിട്ട് നമുക്കറിയാവുന്ന, നമ്മുടെ സ്വതസിദ്ധമായിരിക്കുന്ന, കരതലാമലകം പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ പ്രാപ്തമായി നിത്യപ്രാപ്തമായിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഇത് അപ്രാപ്തമായിട്ട് ഇരിക്കുന്ന, കിട്ടാത്ത ഒരു വസ്തുവിനെ നേടിയെടുക്കുകയോ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന വസ്തുവിനെ നമ്മൾ അതിൻ്റെ എന്താണ് ടെലിസ്കോപ്പിക് വ്യൂ ഉണ്ടാവുകയോ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ തന്നെ ഞാനായിരിക്കുന്ന വസ്തുവാണ് ആത്മവസ്തു. അത് ആത്മവസ്തു എല്ലാത്തിലും പ്രസിദ്ധമാണ്. സർവസ്യാഭ്യാന്തര സർവാന്തര യദ്യ ശബ്ദാഭ്യാം പ്രസിദ്ധ ആത്മബ്രഹ്മേതി. അപ്പോൾ അത് ഈ സർവസ്യ എല്ലാത്തിൻ്റെയും ആഭ്യന്തരമായിട്ട് എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുകയും പ്രസിദ്ധമായിരിക്കുന്ന ആത്മാവ് എങ്ങനെയുള്ളതാണ്? ബ്രഹ്മേതി, ഈ ലോകത്തിൻ്റെ പ്രപഞ്ച കാരണമായിട്ടിരിക്കുന്ന ബ്രഹ്മം. അപ്പോൾ നമ്മൾ ബ്രഹ്മശബ്ദത്തിനെ നിർവചിച്ചിട്ടുണ്ട്. എന്താണ്? ജന്മാദ്യസ്യ യതഃ. ജന്മാദ്യസ്യ യതഃ എന്ന് വെച്ച് ബ്രഹ്മത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജന്മം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏതിലാണോ നടക്കുന്നത് അതാണ് അതിന് അടിസ്ഥാനമായിരിക്കുന്ന, കാരണമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം. അപ്പോൾ നമ്മൾ ചെറിയ സാധനമാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലിമിറ്റഡ് ബീയിങ് ആണ് എന്നുള്ള നമ്മുടെ എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവായിരിക്കുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. നമ്മളിത്ര വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൊച്ചായിട്ടുള്ളൊരു സാധനമല്ല. നമ്മൾ ബൃഹത്തായിട്ടുള്ള നമ്മളെ എന്തായിട്ട് വിചാരിക്കുന്നു? ഈ തൊലി കൊണ്ട് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളിത്രയേ ഉള്ളൂ, ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിക്കുന്നു എന്നുള്ള ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ബീയിങ് അല്ല, ബൃഹത്തായിട്ടിരിക്കുന്ന ആത്മവസ്തുവാണ്. ആ ആത്മവസ്തുവിനെ എന്ത് വിളിക്കുന്നു? ബ്രഹ്മം എന്ന് വിളിക്കുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എന്തുണ്ട്? വലിപ്പമുണ്ട്. നമ്മൾ ചെറുതല്ല, ചെറുതാണെന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ എന്ത് ചെയ്യുക? മാറ്റി വെച്ചേക്കുക. കാരണം നമ്മൾ ആത്മാ ബ്രഹ്മേതി, നമ്മുടെ ആത്മാവ് ബ്രഹ്മമാണ്. തമാത്മാനം മേ മഹ്യം വ്യാജക്ഷ്വേതി. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെക്കുറിച്ച്, ഇത്രയും ബൃഹത്തായിരിക്കുന്നതും സർവാന്തരമായിരിക്കുന്നതും സർവശക്തിമത്തായിരിക്കുന്നതും സർവജ്ഞമായിരിക്കുന്നതുമായിരിക്കുന്ന ആ ആത്മാവിനെക്കുറിച്ച് വ്യാചക്ഷ്വേതി, എനിക്കെന്ത് ചെയ്യുക? എനിക്ക് പറഞ്ഞു തരൂ. വിസ്പഷ്ടം ശൃംഗേ ഗൃഹീത്വ യഥാഗാം ദർശയതി തഥാചക്ഷ്വ സ്വ അയമിത്യേവം കഥയസ്വ ഇത്യർത്ഥഃ. അപ്പോൾ ആ ആത്മാവിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ, കുറേ പശുക്കളുടെ ഇടയിൽ ഇത് ഏത് പശു നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ കൊമ്പ് പിടിച്ച് അതാ ഈ പശുവിനെയാണ് ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ നിനക്ക് വിൽക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പശുവിനെ കൊമ്പ് പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കാണിച്ചു തരുന്നത് പോലെ എനിക്ക് എന്ത് ചെയ്യുക? ഈ ആത്മാവിനെ വ്യക്തമായിട്ട് കാണിച്ചു തരൂ. അതായത് എനിക്ക് സംശയരഹിതമായിട്ട്, ഇപ്പോൾ എൻ്റെ ആത്മാവ് ഇവിടെ എൻ്റെ അകത്തുണ്ടെങ്കിലും എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നില്ല. അത് സർവാന്തരമാണ്. എല്ലാ ജീവജാലങ്ങളിരിക്കുന്ന ആത്മാവ് എൻ്റെ ആത്മാവിനും ഏകത്വം എനിക്കെങ്ങനെ മനസ്സിലാവും? അല്ലെങ്കിൽ ആ ആത്മാവാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിസ്ഥിതിക്ക് കാരണമായിരിക്കുന്നതെന്ന് എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ അതിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അറിയാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായിട്ട് എനിക്ക് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു തരൂ. അപ്പോൾ എന്ത് പറഞ്ഞു? ഏവമുക്ത പ്രത്യാഹയാജ്ഞവൽക്യ യേശതേ തവാത്മാ സർവാന്തരഃ സർവസ്യ ആഭ്യന്തരഃ സർവവിശേഷണോപലക്ഷണാർത്ഥം സർവാന്തരഗ്രഹണം. അപ്പോൾ എല്ലാ വിശേഷണങ്ങളെയും തള്ളിക്കൊണ്ട് നിർവിശേഷമായിരിക്കുന്ന, സർവാന്തരമായിരിക്കുന്ന, എല്ലാവരുടെയും അന്തരമായിരിക്കുന്ന, എല്ലാവരുടെയും ഉള്ളിലുള്ള
ആ ആത്മാവിനെ കാണിച്ചു തരാനായിട്ട് യാജ്ഞവൽക്യൻ മറുപടി പറഞ്ഞു. അപ്പോൾ നിൻ്റെ ആത്മാവിനെ നീ തിരിച്ചറിയുക. ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാകും, അല്ലെങ്കിൽ ഞാൻ ക്ലേശിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള സംസാരിയുടെ ഒരു ചിന്താഗതികളെല്ലാം നഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ക്ലേശവും ഉണ്ടായിട്ടില്ല. ശരീരവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ ശരീരം എടുത്ത ഒരു ജീവിയല്ല. അതുകൊണ്ട് തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന ഒരു പ്രക്രിയയും എനിക്കില്ല. ശരീരവുമായിട്ട് എനിക്ക് സംബന്ധമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. യസ് സാക്ഷാത് അവ്യവഹിത അപരോക്ഷാത് അഗൗണം ബ്രഹ്മ ബൃഹത്തമാത്മാ. അപ്പോൾ യാതൊന്നാണോ അവ്യവിഹിതമായി അപരോക്ഷമായി അഗൗണമായ ബ്രഹ്മം, അത് ബൃഹത്തായിട്ടിരിക്കുന്നു, അത് എങ്ങും നിറഞ്ഞിരിക്കുന്നു. അറിവിന് നിറവുണ്ടായാൽ അറിവല്ലാത്തത് എങ്ങനെ അതിനിടയിൽ ഇരിക്കും? അപ്പോൾ ഒരു വസ്തുവിനെ തന്നെ നിറവായിട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു വസ്തു തന്നെ സർവ്വവും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, അതല്ലാത്തൊരു വസ്തു എങ്ങനെ അവിടെ ഉണ്ടാകാൻ പറ്റും? അപ്പോൾ ഒരു ദ്വൈതത്തിൻ്റെ കണിക ഉണ്ടാവുന്നില്ല. അപ്പോൾ ദ്വൈതമില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എന്താണ്? ഭയമെല്ലാം ഇല്ലാതാവും. ഭയത്തിൻ്റെ കാരണം രണ്ടാമത്തെ വസ്തു, ദ്വിതീയാത് ഭയം ഭവതി. അപ്പോൾ രണ്ടാമത്തെ വസ്തുവുണ്ട്, അതിന് അസ്തിത്വമുണ്ട്. നമ്മളിൽ നിന്ന് ഭിന്നമായൊരു വസ്തുവുണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഭിന്നനായ ഒരാളുണ്ടെങ്കിൽ ആ ആളെ നമ്മളെ ഉപദ്രവിക്കുമെന്നും നമ്മളെ പീഡിപ്പിക്കുമെന്നൊക്കെ നമുക്ക് ഭയമുണ്ടാവും. നമ്മളല്ലാതെ സർവാന്തരമായിരിക്കുന്ന നമ്മളല്ലാതൊരു വസ്തു ഇല്ല എന്നും നമ്മൾ ബൃഹത്താണെന്നും ആ ബൃഹത്തായിട്ട് ഇരിക്കുന്ന വസ്തുവിന് നാശമില്ലെന്നും നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ എല്ലാവിധ ഭയങ്ങളും അസ്തമിക്കും. ഏതേർ ഗുണൈ സമസ്തൈര്യുക്ത ഏഷ കോ അസൗ തവാത്മാ യം കാര്യകരണസംഘാതഃ തപസ യേനാത്മന ആത്മവാൻ സ ഏവ തവാത്മാ. തവ കാര്യകരണസംഘാതസ്യേത്യർത്ഥഃ. അപ്പോൾ ഇത് കാര്യകരണസംഘാതഃ, ഈ കാര്യകരണസംഘാതങ്ങളെ കൊണ്ടൊക്കെ ചേർന്നിരിക്കുന്ന ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധത്തിലാണ് സാധാരണക്കാരിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കാര്യവും കരണവും ഒക്കെ ഉണ്ട്. അത് ഈ ശരീരം ഉണ്ടെങ്കിലാണ് എനിക്ക് അസ്തിത്വമുള്ളത്. ഈ ശരീരത്തിലൂടെയാണ് ഞാൻ ലോകത്തെ അറിയുന്നത്. ഈ ശരീരമാണ് എനിക്ക് ആനന്ദത്തെ തരുന്നത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ ഈ കാര്യകരണ സംഘാതത്തോടു കൂടിയവനായിട്ട് ഞാൻ ഈ ശരീരിയാണെന്നുള്ള ഭാവത്തിലാണ് ആൾക്കാരിയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ശരീരിയാണെന്നുള്ള ഭാവത്തെ എന്ത് ചെയ്യണം? മാറ്റണം. എനിക്ക് ഈ കാര്യകരണ സംഘാത സ്വരൂപനായിരിക്കുന്ന വസ്തുവല്ല, കാര്യകരണ സംഘാതങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല. അപ്പോൾ ഈ കാര്യകരണ സംഘാതത്തിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ വസ്തുവുണ്ട്. ഈ കാര്യകരണ സംഘാതത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അതിൻ്റെ അടിസ്ഥാനമായിട്ട്, അതിൻ്റെ ഉള്ളിൽ സർവാന്തരമായിട്ട്, അതിൻ്റെ ഏറ്റവും അകംഭാഗത്തായിട്ടിരിക്കുന്ന കോറായിട്ടിരിക്കുന്ന വസ്തു ആത്മാവാണെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. തത്ര പിണ്ഡഃ തസ്യാഭ്യന്തരേ ലിംഗാത്മാ കർണസംഘാതഃ തൃതീയ യശ്ച സംദിഹ്യമനസ്തേഷു കഥമോ മമാത്മാ സർവാന്തര ത്വയാ വിവക്ഷിത ഇത്യുക്തഃ ഇതരാഹ. അപ്പോൾ ആദ്യമായി ഈ പിണ്ഡശരീരമുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പിണ്ഡശരീരമുണ്ട്. അപ്പോൾ ആ പിണ്ഡശരീരത്തിന് അതിനകത്തൊരു ലിംഗാത്മാവ്, ഞാൻ ഇന്ന പേരോട് കൂടിയവനാണ്, കുട്ടപ്പനാണെങ്കിൽ ഞാൻ കുട്ടപ്പൻ എന്നുള്ള പേരോട് കൂടിയ ആളാണ് എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ആൾക്കാരിയ്ക്കുന്നത്.
അപ്പോൾ ആ ഒരു വ്യക്തി ഈ ശരീരത്തെ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഈ സുഖദുഃഖങ്ങളെ തൻ്റേതാണെന്ന് ഭാവിക്കുന്ന ഒരു ജീവാത്മാവ്, ഒരു പേര് കൊടുക്കുന്നു നമ്മൾ. അപ്പോൾ ആ പേരോട് കൂടിയ വ്യക്തിയാണ് ഞാൻ. അവൻ പൂർവ്വജന്മങ്ങൾ അവനുണ്ടായിരുന്നു. ഇനി ഈ കർമ്മങ്ങളുടെ ഫലമായിട്ടും കുറേ ജന്മങ്ങൾ പിന്നെയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സംസരിക്കുന്ന ഒരു ജീവാത്മാവ്, ഈ പിണ്ടത്തിൽ അഭിമാനിക്കുന്ന, പിണ്ടാഭിമാനിയായിരിക്കുന്ന ഒരു ജീവാത്മാവുണ്ട് എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലായിട്ട് അതാണ് സർവാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പിണ്ടാഭിമാനിയായിട്ടിരിക്കുന്ന ആ ജീവാത്മാവെന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ ചിതാഭാസൻ എന്ന് വിളിക്കുന്ന ആ സംസരിക്കുന്ന അതിൻ്റെ ഉള്ളിലായിട്ട് ആത്മസ്വരൂപനായിട്ട് സർവാന്തരനായിട്ട് ഈ ആത്മാവിരിക്കുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്. പ്രാണേന മുഖനാസികാ സഞ്ചാരിണോ പ്രാണസ്തി പ്രാണചേത ചേഷ്ടാം കരോതി. അപ്പോൾ അതാണ് അകത്തിരുന്നു കൊണ്ട് ഈ പ്രാണനെ നിയന്ത്രിക്കുന്നത്, ഈ ശ്വാസ ഉച്ഛ്വാസങ്ങളെ. ഒരാൾ ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ അവനെ എന്തു പറയും? മരിച്ചെന്ന് പറയും. അപ്പോൾ ഈ അകത്തിരുന്നു കൊണ്ട് ഇതിൻ്റെ ശ്വാസ ഉച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുകയും അത് ഉള്ളതാക്കി തീർക്കുകയും, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിട്ടുകയും ചെയ്തില്ലെങ്കിൽ ഈ ശരീരം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ ഉള്ളതാക്കി തീർക്കുന്നത്, അതിൻ്റെ ഹൃദയമിടിപ്പ്, ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നത്, പ്രാണനെ ചലിപ്പിക്കുന്നത്, രക്തത്തെ ധമനികളിലൂടെ കൊണ്ടുപോകുന്നത്, ഈ പ്രവൃത്തിയെല്ലാം ഉള്ളിൽ നിന്ന് ആര് ചെയ്യുന്നു? ഈ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയിൽ, അതിൻ്റെ ഈക്ഷണത്തിൽ ഇതാണത് ഈ പ്രാണനെ പ്രാണിപ്പിക്കുന്നത്. യേന പ്രാണപ്രണീയത ഇത്യർത്ഥ സതേ തവ കാര്യകരണസംഘാതസ്യ ആത്മവിജ്ഞാനമയഃ സമാനമന്യത്. അപ്പോൾ ഈ വിജ്ഞാനമയനായ ആത്മാവ് നമ്മൾ അതുപോലെ പ്രാണനെ പ്രാണിപ്പിക്കുക മാത്രമല്ലല്ലോ, നമ്മുടെ വിജ്ഞാനാത്മാവായിട്ട് കാര്യങ്ങളെ അറിയുകയും കാര്യങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും. ഇപ്പോൾ നാളെ കാലത്ത് എന്ത് ചെയ്യണം ഇന്നെ ആലോചിച്ച് വെച്ചിട്ടൊക്കെയല്ലേ കിടക്കുന്നത്. അപ്പോൾ കാലത്ത് എണീച്ച് ആ പ്രവർത്തനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ മുഴുകുന്നു. അതെല്ലാം ആരുടെ കിമിച്ഛൻ കസ്യ കാമായ, ആര് ഇച്ഛിച്ചാണ്, ആരുടെ കാമത്തിന് വേണ്ടിയാണ്, ആരാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരാൾ ആരുണ്ട്? കർത്തുരാജ്ഞയാ റപ്യതേഫലം. അപ്പോൾ കർത്താവായിട്ട്, കർത്താവിൻ്റെ ആജ്ഞയാൽ, കർത്താവിൻ്റെ ആ ഡയറക്ഷനാൽ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം നടക്കുകയും ആളുകളെല്ലാം അതിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യോ അപാനേന അപാനീതി, യോ വ്യാനേന വ്യാനീതി ശാന്തസം ദൈർഘ്യം. അപ്പോൾ ഈ അപാന 5 തരത്തിലുള്ള പ്രാണവൃത്തികൾ സംഭവിക്കുന്നതെല്ലാം ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ഡയറക്ഷനിൽ, ആത്മാവിൻ്റെ ഇച്ഛയാൽ സംഭവിക്കുന്നു. അപ്പോൾ ഇവൻ നാളെ മുതൽ പ്രാണിക്കണ്ടെന്ന് വിചാരിച്ചത് എന്താണ്? അവൻ്റെ ഈ ശരീരത്തിലുള്ള പിണ്ടത്തിലുള്ള പ്രാണൻ അവസാനിച്ചു. ഈശ്വരൻ വിചാരിക്കുകയാണ് ഇവൻ ഈ ശരീരത്തിൽ ശ്വസിച്ചത് മതി എന്ന് വിചാരിച്ചാൽ ഈ ശ്വാസം അതോടുകൂടി പ്രാണിക്കുന്നത് നിലയ്ക്കും. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അതിന് അപ്പീലൊന്നുമില്ല. നമുക്ക് ഇവിടെയൊക്കെ ലോകവ്യവഹാരങ്ങളിലാണെങ്കിൽ നമുക്ക് മറ്റേ സെഷൻസ് കോർട്ടിലും ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലൊക്കെ എന്ത് ചെയ്യാം? ഒരു അപ്പീൽ കൊടുക്കാം. ഇത് പ്രാണിക്കേണ്ടത് തീരുമാനിച്ചാൽ പിന്നെ വല്ല അപ്പീലും ഉണ്ടോ? അതോടുകൂടി ആ ശരീരം ശ്വസിക്കുന്നത് നിൽക്കുന്നു, അവസാനിക്കുന്നു. പിന്നെ ആ ജന്മത്തിൽ, ആ ശരീരത്തിൽ പിന്നെ അപ്പീലില്ല. അപ്പോൾ സർവാക കാര്യകരണ സംഘാതകത പ്രാണനാദിചേഷ്ട ദാരിയന്ത്രസ്യേവയേന ക്രിയന്തേ. അപ്പോൾ ഏതുപോലെയാണ് ഈ കാര്യകരണ സംഘാതത്തിൽ
പ്രാണനാദി ക്രിയകളൊക്കെ ചെയ്യുന്ന ഏതുപോലെയാണ്? മരപ്പാവ ദാരുയന്ത്രത്തിൽ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ. നമ്മളിപ്പോൾ ചില ഓട്ടോമാറ്റിക് കാറുകളൊക്കെ ടെസ്ലയുടെ കാറുകളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോഴുള്ള ടെസ്ലയുടെ കാറുകൾക്കൊന്നും ഡ്രൈവറില്ലാതെ തന്നെ പോടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റോഡിൽ കൂടെയൊക്കെ പൊയ്ക്കോളും. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ ദൂരെയൊക്കെ കിടക്കുകയാണ്, 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കാർ ഷെഡിൽ കിടക്കുകയാണ്, നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പം കാർ ഷെഡിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വരും, വന്ന് നിർത്തിത്തരും. റോഡിലൂടെ അതിന് വരും. അപ്പോൾ അത്രയ്ക്കുള്ള ഓട്ടോമാറ്റിക്കായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ള പല യന്ത്രങ്ങളിലുമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് റോഡിൽ കൂടെ വരാനും ആളുകളുടെയും ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ അത് സ്വന്തമായിട്ട് എങ്ങും തട്ടാതെ സ്പീഡ് കൺട്രോൾ ചെയ്ത് അതങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സെൻസറെല്ലാം വെച്ച് ഫ്രണ്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് റോഡിൻ്റെ സെൻസർ വെച്ച് അതിൻ്റെ ഏത് ഭാഗത്താണോ ആ ഭാഗത്തൂടെ മൂവ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യും. അതിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് റോഡിൽ ഇപ്പോൾ കൊല്ലം വരെ പോയിട്ട് വരുമ്പോൾ അത് പോയിട്ട് വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ലാതെ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള ഡ്രൈവ് ചെയ്ത് പോകാനും റോഡുകൾ കണ്ടുപിടിച്ച് ഡെസ്റ്റിനേഷൻ കൊടുത്ത് എത്താനും ഒക്കെയുള്ള എല്ലാ ക്രിയകളും അതിൽ എംബഡഡായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള പുതിയ കാറുകളിൽ. അപ്പോൾ ആ ദാരുയന്ത്രത്തിന് പോലും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ ശരീരം അതിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ദാരുയന്ത്രമാണ്. അതിൽ കവിഞ്ഞൊന്നുമല്ല. നമ്മൾ മോഡേണൈസ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ വാഹനത്തിന് എപ്രകാരമാണോ ഡ്രൈവറില്ലാതെ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത്, അതുപോലെ ശ്വാസകോശയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വ്യവഹരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകം ദാരുയന്ത്രം. ഇത് മരം തന്നെയാണ്, മരം പോലെ ഇരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. മാംസം കൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് സപ്തധാതുക്കൾ, തൊലി, മാംസം, രക്തം, എല്ല്, മജ്ജ തുടങ്ങിയ സപ്തധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ദാരുയന്ത്രം. ആ ദാരുയന്ത്രം ചലിക്കുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇത് ഞാനാണ് എന്ന് അഭിമാനിക്കേണ്ട ഒന്നും തന്നെ അതിനകത്തില്ല. ദാരുയന്ത്രസ്യേവ പ്രാണനാദി ജ്യേഷ്ഠാവിദ്യതേ. അപ്പോൾ അത് പ്രാണനാദി ക്രിയകളൊക്കെ ചെയ്ത് അങ്ങനെ വ്യവഹരിക്കുന്നു. നമുക്കതിൽ എന്തുണ്ടായിപ്പോയി? മമത്വം. ഇത് ഞാനാണെന്നും ഇതെൻ്റേതാണെന്നും ഇതിൻ്റെ സുഖമായിട്ടിരിക്കുന്ന അസ്തിത്വത്തിലാണ് എൻ്റെ സൗഭാഗ്യം ഇരിക്കുന്നതെന്നും ഇത് കേടായാൽ ഞാൻ തീർന്നുവെന്നും ഒക്കെയുള്ള ധാരണകൾ നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു ദാരുയന്ത്രമാണ്. ആ ദാരുയന്ത്രം എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അത് കേടായിട്ട് നശിച്ചോളും. അപ്പോൾ അതിൻ്റെ സ്വഭാവം മാത്രമാണ്. തസ്മാത് വിജ്ഞാനമയേന അധിഷ്ഠിതം വിലക്ഷണേന ദാരുയന്ത്രവത് പ്രാണനാദിചേഷ്ടാം പ്രതിപദ്യതേ. അപ്പോൾ ഈ ടെസ്ല മെഷീൻ കൺട്രോൾ പോകുന്നെങ്കിലും അതിനെന്ത് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ കൺട്രോൾ ചെയ്യണം. ഒരാൾ റിമോട്ട് വെച്ച് അതിനെ ഓൺ ചെയ്യുകയും അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയും അതിന് ഡയറക്ഷൻ കൊടുക്കുകയും ഡെസ്റ്റിനേഷൻ ഇടുകയും ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുക. അതിന് സ്വന്തമായിട്ട് പോയി എവിടെ പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനെ അത് പാലിക്കുന്നു. അതുപോലെ ഈ ദാരുയന്ത്രത്തെ നമ്മളെന്ത് ചെയ്യുന്നു? ആത്മാവ് കൊടുക്കുന്ന ഡയറക്ഷനാണ്. അവ ഇങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ അവ ഇങ്ങനെ അവൻ്റെ പ്രാരബ്ധം ഇങ്ങനെ ആവട്ടെ എന്നുള്ള ഡയറക്ഷൻ അനുസരിച്ച് ഈ ശരീരം പ്രവർത്തിക്കുന്നു. ആ ശരീരത്തിനെന്തില്ല? സ്വന്തമായിട്ട് ഇച്ഛിക്കാനും സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനുമുള്ള കഴിവില്ല. അത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. ദാരുയന്ത്രവത് പ്രാണനാദിജ്യേഷ്ഠാം പ്രതിപദ്ധ്യതേ തസ്മാത് സ്വ അസ്തി കാര്യകരണാസ സംഗത വിലക്ഷണഹേഷ്ഠേതി. അപ്പോൾ നമ്മളെ മനസ്സിലാക്കാനുള്ളത് കാര്യകരണ സംഘാതത്തിൽ നിന്ന് വിലക്ഷണമായ ഒരു സാധനമുണ്ട്. ഈ കാണപ്പെടുന്ന
ഈ ശരീരാദികളിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒക്കെ വിലക്ഷണമായിട്ട് ഒരു വസ്തുവുണ്ട്. ആ വസ്തു ആത്മാവാണ്. അതെങ്ങനെ ഇരിക്കുന്നതാണ്? അസംഗനാണ്. അതിനിതുമായിട്ടും ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ നാശം കൊണ്ട് അതിനൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഇതിൻ്റെ നാശം കൊണ്ട് അതിന് ഒരു അവയവഹീനത്വവും അതിന് സംഭവിക്കുന്നില്ല. അത് സ്വതവേ തൃപ്തനും സർവവും നിറഞ്ഞിരിക്കുന്നതുമായ വസ്തുവാണ്. അതിന് നാശം ഉണ്ടാകുന്നില്ല എന്നൊക്കെ എന്തു ചെയ്യുക? എന്നൊക്കെ മനസ്സിലാക്കുക. സഹോവാച ഉഷസ്സചക്രായണോ യഥാ ബിഭ്രൂയാദസൗ ഗൗരസാവശ്വ ഇത്യേവ മേ വൈ തദ് ഉപദിഷ്ടം ഭവതി യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരസ്തം മേ വ്യാചക്ഷ്വേത്യേഷ ത ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരഃ ന ദൃഷ്ടേ ദൃഷ്ടാരംഭശേർന ശ്രുതേ ശ്രോതാരം ശൃണൂയാന മതേർമന്ദാരം മന്വീത ന വിജ്ഞാതേർവിജ്ഞാതാരം വിജാനീയ ഏഷതാത്മാ സർവാന്തരഃ അതോ അന്യദാർത്ഥം തതോ ഉഷസ്തചക്രായണ ഉപരരാമഃ. അപ്പോൾ എന്താണ്? അപ്പോൾ ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ നിനക്ക് കാണാൻ പറ്റില്ല. കേൾവിയുടെ ശ്രോതാവിനെ നിനക്ക് കേൾക്കാൻ പറ്റില്ല. ഈ മന്ദാവിനെ നിനക്കറിയാൻ പറ്റില്ല. കാരണം അത് നീയാണ്. ഈ ദൃഷ്ടിയുടെ ദൃഷ്ടാവായിരിക്കുന്നത് നീയാണ്. ഈ ശ്രോത്രത്തിൻ്റെ ശ്രോതാവായിരിക്കുന്നതും നീയാണ്. ഈ ആത്മാവിൽ നിന്ന് ആത്മാവാണിതിൻ്റെ എല്ലാം അറിവായിട്ടിരിക്കുന്നത്. അറിയുന്ന വസ്തു ആത്മാവാണ്. ഈ ആത്മാവിൽ നിന്ന് അന്യമായിട്ടിരിക്കുന്ന വസ്തു എന്താണ്? അന്യതോ ആർത്തം. അന്യമായിട്ടിരിക്കുന്ന ആർത്തം നശിക്കുന്നതാണ്. അപ്പോൾ എപ്രകാരം എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുന്നു. നമ്മുടെ സ്വപ്നം എന്ത് ചെയ്യും? സ്വപ്നത്തിന് എന്ത് പറ്റും? കണ്ണുറക്കുമ്പോൾ സ്വപ്നമില്ല. നല്ല സ്വപ്നമാണ്, വളരെ മനോഹരമായിരിക്കുന്നു. കുറച്ച് നേരം കൂടെ കണ്ട് തൃപ്തിയുടെ എന്ന് വെച്ചാൽ രക്ഷയുണ്ടോ? കണ്ണു തുറക്കുമ്പോൾ എന്ത് പറ്റും? ഇല്ലാതാകും. കാരണം അതെന്താണ്? അതിന് അസ്തിത്വമില്ല. അന്യഥാർത്ഥം. അത് നല്ലതായാലും ചീത്തയായാലും, നല്ല സ്വപ്നമായാലും ചീത്ത സ്വപ്നമായാലും അതെന്ത് ചെയ്യും? അതില്ലാതാകും. അന്യതോദാർത്ഥം. കാരണം അതിനെന്തില്ല? അതിന് അസ്തിത്വമില്ല. അപ്പോൾ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് നമ്മളിങ്ങനെ ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ സത്യമാണെന്നും ഉള്ളതാണെന്നും ഒക്കെ വിചാരിച്ച് നമ്മൾ അതിലിങ്ങനെ എന്ത് ചെയ്യുന്നു? രമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ എന്ത് പറ്റും? ഈ സ്വപ്നമെല്ലാം കൂടെ കൊളാപ്സ് ചെയ്യും. കാരണം അതിനെന്തില്ല? അതിന് അസ്തിത്വമില്ല. അന്യതോ ആർത്ഥം. ഇപ്പോൾ ഈ സ്വപ്നമാണെങ്കിൽ കണ്ണു തുറക്കുമ്പോൾ ഇല്ലാതാവും. ഈ പ്രപഞ്ചമാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യവഹാരത്തിന്, ഒരു പ്രാരബ്ധത്തിൻ്റെ രീതിയിൽ അതിങ്ങനെ ആ സ്വപ്നം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ടൈം പീരീഡ് കഴിയുമ്പോൾ അതും ഇല്ലാതാകും. ഈ കാണപ്പെടുന്ന ബന്ധുക്കളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ പൊസഷൻസും നമ്മളിപ്പോൾ ഇതുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന് വിചാരിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം എന്ത് ചെയ്യും? അതിൻ്റേതായ പ്രാരബ്ധം കഴിയുമ്പോൾ ഇല്ലാതാകും. അന്യഥാർത്ഥം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കാണപ്പെടുന്ന നമ്മുടെ സാധനങ്ങളൊന്നും തന്നെ ഇപ്പം ഈ രീതിയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചക്രപുത്രനായ ഉഷസ്സൻ പറഞ്ഞു, എപ്രകാരമാണോ ഇത് കാള, ഇത് കുതിര, അതുപോലെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. വളരെ ഇപ്പോൾ ഒരു വേഗമായിട്ട് നിൻ്റെ ആത്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗമാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതിനെ എന്ത് ചെയ്ത് തരിക? ഇങ്ങനെ കാളയും കുതിരയൊക്കെ ഇങ്ങനെ ഇത് കാളയാണ്,
ഇത് കുതിരയാണ്, ഇത് പട്ടിയാണ്, ഇത് പൂച്ചയാണ് എന്നൊക്കെ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കൂലേ? ഇപ്പോൾ നമ്മളൊരു ഫെയറിന് അല്ലെങ്കിൽ ഒരു ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആനിമൽസിനെയൊക്കെ ഇത് പശുവാണ്, ഇത് കാളയാണ്, ഇത് ആടാണ്, ഇത് പന്നിയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ ആത്മാവിനെ വ്യക്തമായിട്ട് ഇത് ഇന്നതാണ്, ഇത് ഇന്നതല്ല, അപ്പോൾ ഏതാണ് ഏതല്ല എന്ന രീതിയിൽ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു തരിക. അങ്ങനെ പറഞ്ഞു തന്ന് ഇന്നത് ആത്മാവാണ്, ഇന്നത് ആത്മാവല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ പ്രശ്നമില്ലല്ലോ. ഇത് കൺഫ്യൂഷൻ വരുമ്പോഴല്ലേ പ്രശ്നം. ആത്മാവല്ലാത്ത കാര്യത്തെ ആത്മാവാണെന്ന് വിചാരിച്ച് പിടിച്ചിരിക്കുകയും അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അത് നിമിത്തം ക്ലേശവും വ്യവഹാരവും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്താണ് ആത്മാവ്, എന്താത്മാവല്ല, ഈ കാളയും പൂച്ചയൊക്കെ കാണിച്ചു തരുന്നത് പോലെ വ്യക്തമായിട്ട് നമ്മുടെ ആത്മാവ് എന്താണെന്ന് കാട്ടിത്തരിക. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എന്ത് ചെയ്യുക, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയ ആത്മാ സർവാന്തരസ്തമ്യേ വ്യാചക്ഷ്വേത്യേഷ. സാക്ഷാത് അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു, ഞാനായിട്ടിരിക്കുന്ന വസ്തു സർവാന്തര, അതിനെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എൻ്റെ ബുദ്ധിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ എനിക്ക് എന്ത് ചെയ്ത് വ്യാചക്ഷസ്വ, അതിനെ വ്യാഖ്യാനിച്ച് തരും, അതിനെ സമർത്ഥിച്ച് തരും. അപ്പോൾ എനിക്ക് യാതൊരു വിധമായ തെറ്റിദ്ധാരണയും പിന്നീട് ഉണ്ടാകാത്ത വിധത്തിൽ എനിക്ക് തെറ്റിച്ചു തരൂ. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഹേ യാജ്ഞവൽക്യ, എന്താണ് സർവാന്തരമായത്, എന്താണ് അപരോക്ഷമായത്? അപ്പോൾ പറയാണ്, ന ദൃഷ്ടേ ദൃഷ്ടാരം പശ്യേർ, ന ശ്രുതേ ശ്രോതാരം ശൃണുയാ, ന മതേർ മന്ദാരം മന്യീത. ന ദൃഷ്ടേ ദൃഷ്ടാരം പശ്യേർ, ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ നിനക്ക് കാണുവാൻ സാധ്യമല്ല. ശ്രോത്രത്തിൻ്റെ ശ്രോതാവിനെ നിനക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. മതിയുടെ മന്ദാവിനെ നിനക്ക് മന്നം ചെയ്യാൻ കഴിയുകയില്ല. അപ്പം നമുക്ക് ആത്മാവിനെ കണ്ടു കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇത് കണ്ണിൽ കൂടെ കാണുന്നൊരു സാധനമല്ല. കണ്ണിൽ കൂടെ കാണുന്ന സാധനങ്ങളെല്ലാം കണ്ണിൻ്റെ വിഷയങ്ങളാണ്. ചെവിയിൽ കൂടെ കേൾക്കുന്ന സാധനങ്ങളെല്ലാം ചെവിയുടെ വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കണ്ണിൻ്റെ ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ കണ്ടുപിടിച്ച് കളയാമെന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ദാ ദൃഷ്ടാവിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം ദാ ഇരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്കതിനെ കാണുവാൻ സാധ്യമല്ല. മതിയുടെ മന്ദാവിനെ നിനക്ക് മനനം ചെയ്യുവാൻ കഴിയുകയില്ല. വിജ്ഞാനത്തിൻ്റെ വിജ്ഞാതാവിനെ നിനക്കറിയാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? ഈ ആത്മാവ് സർവാന്തരമാണ്, അതിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിൽ നിന്ന് അന്യമായ വസ്തുക്കളെല്ലാം എന്താണ്? ആർത്തമാണ്, നശിക്കുന്നതാണ്. അപ്പം ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മാവല്ലാത്ത വസ്തുക്കളെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാകും. ഇതിപ്പോൾ എന്താണ് പറ്റിയിരിക്കുന്നത്? നശ്വരമായ വസ്തുക്കളെല്ലാം ഉള്ളതാണെന്നും അതിന് അസ്തിത്വം ഉണ്ടെന്നും ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു പുകമറ പോലെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കാണും എന്നുള്ള രീതിയിലും ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കൾക്ക് അസ്തിത്വം കൊടുക്കുകയും അത് നമുക്ക് സുഖകാര്യങ്ങളെ തരുമെന്നും അത് നിത്യമെന്നതുപോലെ അതിൽ വ്യവഹരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആത്മാവിനെ തിരിച്ചറിയുകയാണെങ്കിൽ ഈ ആത്മാവ് ഉള്ള വസ്തുവാണെന്നും ആത്മാവിൽ നിന്ന് അന്യമായിരിക്കുന്നത് ഇല്ലാത്ത വസ്തുവാണെന്നും അത് ആർത്തമാണെന്നും അത് വെറും തോന്നലാണെന്നും നമുക്ക് തിരിച്ചറിയും. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ളൊരു സംസരണം അല്ലെങ്കിൽ ഒരു
വ്യവഹാരം അല്ലെങ്കിൽ ഒരു ദുഃഖാവസ്ഥ പിന്നെ വീണ്ടും ഉണ്ടാവുകയില്ല. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.